எனக்கு இது இஷ்டல்ல எனக்கு ഇനോവ ഇഷ്ടാ ഇത് എന്താ ബെൻസ് അല്ലേ ബെൻസ് മേടിച്ചോ പുതിയ ബെൻസ് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ട് കൊടുത്തു അമ്മച്ചി മേടിച്ചോ എനിക്ക് ഇഷ്ടല്ല ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും പറയാറുണ്ട് സോയിക്കുട്ടിക്ക് പ്രാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ല. എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അത് അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് വല്ലപ്പോഴും ചെയ്യണം. അപ്പോൾ നമ്മൾ ഏപ്രിൽ 1-ാം തീയതി ചെയ്യാനിരുന്ന ഒരു ഏപ്രിൽ ഫുൾ വീഡിയോ നമ്മളിത് ഇന്ന് മാർച്ച് 30-ാം തീയതി ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാറിലോട്ടെ. അപ്പോൾ അത് 29-ാം തീയതി പോയിട്ട് 31-ാം തീയതി വൈകിട്ട് വരാനുള്ള പരിപാടി ആയിരുന്നു. പക്ഷേ നമ്മുടെ പോപ്പിച്ചേട്ടൻ, അതായത് ഡ്രൈവർ ചേട്ടൻ വരാൻ ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് ചേട്ടന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകിട്ടാണ് പോകുന്നത്, അതായത് ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ സുഖക്കുട്ടിക്ക് ഇത് ചെയ്യാം, ആ പ്രാങ്കും ഏപ്രിൽ ഫുള്ളും ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നോക്കാം. പക്ഷേ ഇന്നത്തെ ഡേറ്റാണ് അവൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ നമുക്ക് കൺഫേം പറയാൻ പറ്റത്തില്ല ഈ ഒരു കാര്യമായതുകൊണ്ട്. അപ്പോൾ അതൊരു ഡൗട്ടാണ്. എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല, കാരണം ഇവൾക്ക് ഡേറ്റ് അറിയുമോ എന്നൊക്കെയെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഡൗട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കള്ളത്തരം കാണിക്കണം. നിങ്ങളുടെ മോളങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം. അപ്പൊ എല്ലാവരുടെ ആര് വേണമെങ്കിലും പറ്റിക്കാന്നിരിക്കുന്ന ആൾക്കാർ ഇവിടെ പറ്റിക്കാന്ന്. അതങ്ങനെയാണ് അല്ല മച്ചേ. അപ്പൊ മരുമോളെ പറ്റിക്കാൻ റെഡിയാണോ? നീ പറ്റിച്ചു, ഞാൻ റെഡിയല്ല, ഞാൻ പറ്റിക്കാൻ കൂട്ടിക്കൂല. അതാണ് അമ്മ. ഞാൻ കേസ് പറഞ്ഞ അമ്മ വേണ്ട പാവല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയത്. നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, കാരണം ഈ കാര്യത്തിലുള്ള പറ്റിക്കാൻ പറ്റുമെന്ന് അറിയില്ല. 50-50 ചാൻസാണ്. കാരണം ഇത്ര വലിയ കാറായതുകൊണ്ട് ആരും അവൾ വിശ്വസിക്കത്തില്ല. കാരണം ഞങ്ങൾ ആ ചേട്ടനെ കൊണ്ട് മുമ്പേ പറയിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, അപ്പോൾ അത് റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ചോദിച്ചു എന്താണ് ഗിഫ്റ്റ് ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞു. അവൻ എനിക്കറിയത്തില്ല, അതിനൊന്നും നിനക്ക് എന്തെങ്കിലും തരാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ്. കാരണം വെച്ചാൽ നമ്മൾ എന്തൊരു സാധനം ഒരു ഇത് പ്രാങ്ക് ചെയ്താലും അത് ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്യണം. അപ്പോൾ അവൾക്കൊരു സിഗ്നൽ ഇട്ട് കൊടുക്കണം അങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കും. ഇന്നലെ ഞാൻ കൊടുത്തു. സോയിക്കുട്ടിക്ക് ഉടനെ ഒരു സമ്മാനം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ഉറങ്ങിയിട്ടില്ല. എന്താണ് ഇപ്പം ഇങ്ങനെ പറയണങ്ങനെ. അപ്പോൾ ആൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ വരും, അവർക്ക് പരിപാടി തുടങ്ങും. ഓക്കെ, ഹലോ കുട്ടിയെ, റെഡിയല്ലേ? പാത്രം പറ്റിക്കല്ലേ? അതിനെ പറ്റിയാലേ പറ്റുള്ളൂ. എന്താ അത് വിശ്വസിക്കാതെ അവസ്ഥ നമുക്ക് നോക്കാം. സുന്ദരിക്കോതാ, ഓ സുന്ദരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതേമാതിരി ചൂട് വെള്ളം. എന്താ പരിപാടി? ഇതേ ഇപ്പൊ ചായ ഉണ്ടാക്കുന്ന, ചായ കുടിക്കണം. അപ്പൊ ഇന്ന് വെറുതെ ഉണ്ട്, വീട്ടിലുണ്ട്. നമുക്ക് എല്ലാരും വെറുതെ ഉണ്ട്. വൈകിട്ട് നമുക്ക് എവിടെങ്കിലും പോവാ, ട്രിപ്പുകളിൽ പോവാ. അത്ര ഉണ്ടോ? വേറെ എന്താ? നോർമൽ ഡേ. ഇറ്റ്സ് നോർമൽ ഡേ. നോർമൽ ഡേ. എന്താ? ഒന്നുമില്ല. എന്താ ഇപ്പൊ എവിടെയൊക്കെ പോയി നീ? ഞാൻ വ്ലോഗ് പിടിച്ചിട്ട് പോണുണ്ടായിരുന്നല്ലോ. നീ വ്ലോഗ് എടുത്തില്ല, അതിന്റെ ബാക്കി ഞാൻ എടുത്തുള്ളൂ. ഓ പിന്നെ കള്ളം പറയല്ലേ. എപ്പോഴും എനക്ക് പട്ടിക്കോ നീ? എനിത്തിങ് സ്പെഷ്യൽ? സർപ്രൈസ്? ബർത്ത്ഡേ ഒന്നുമില്ല. പിന്നെ എന്താ? പിന്നെ നിനക്ക് ബർത്ത്ഡേക്കും ഒക്ടോബറിലൊക്കെ ബർത്ത്ഡേക്കും പിന്നെന്താ വാലന്റൈൻഡേക്ക് മാത്രമല്ല നിനക്ക് കിട്ടുള്ളൂ. പിന്നെന്തുവാ? വ്ലോഗ് എടുത്തിട്ട് പോകുമ്പോ കുറച്ച് ഡൗട്ട് ആയി. അപ്പൊ അതെ, ആ ചേട്ടൻ ഇപ്പൊ വരും കേട്ടോ. ഇപ്പൊ വന്നോണ്ടിരിക്കണം. അതെ, പിന്നെ അതാണ് വരുന്നത്. ഇതൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ അല്ല ഏട്ടാ? പിന്നെ കണ്ണടച്ചോ? എന്താ ഉണ്ടോ? കണ്ണ് കെട്ടിക്കൊടുത്തോളെ.
എന്താ എന്റെ വണ്ടി വരണുണ്ടോ? ഓ പിന്നെ ആരെങ്കിലും വരണുണ്ടോ? അതെ മുടി വെച്ചിട്ട് എന്താ പറഞ്ഞ കാലന് കൊതിയായി വയ്യ. അത് നീ എന്ത് വണ്ടിയാണ് പ്രതീക്ഷ? നീ ഇന്നലെ പറഞ്ഞതുകൊണ്ടായിരിക്കും. ഇന്നലെ രാത്രി നീ പറഞ്ഞല്ലോ ഓ അങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അത് കാരണം. ഓക്കെ ഓക്കെ ശരി ഓക്കെ. അപ്പൊ പറയാൻ പിടിച്ചായിട്ടോ കേട്ടോ, പിടിച്ചോണ്ട് വാ. പിടിച്ചോണ്ട് വരാനോ? ഞാനും അത് ഒട്ടൊക്കെ ഇങ്ങനെ പോണേ. അതാണ്. അയ്യോ ഉണ്ടോ ദൈവമേ. പറയാൻ പോരാ. നോക്കട്ടെ. തോന്നോ കിട്ടായോ? ഇതിന് അവിടെ ഇല്ലല്ലോ. ആട് ഇല്ല അതെ നോക്ക്. ഇല്ല അല്ലേ? ചുമ്മാ പറയോ? ഇത്ര വിലയുടെ തന്നെയാണോ? നീ എപ്പോ മേടിച്ചോ? ചേട്ടൻ പറഞ്ഞോടുത്ത ചേട്ടാ. എൻ്റെ മേടിച്ചു. എൻ്റെ മേടിച്ചിട്ട് ഒരാഴ്ച മുമ്പ് എന്നോട് വില പറഞ്ഞു. എല്ലാം ഇത് കഴിഞ്ഞു. വില പറഞ്ഞു. എനിക്ക് ഇത് ഇഷ്ടല്ല. എനിക്ക് ഇനോവ ഇഷ്ടായി. ഇത് അതെന്താ എടി ഇന്നോവ മേടിക്കാൻ? എടി ഞാൻ പറയട്ടെ, നമുക്ക് വണ്ടി മേടിക്കാനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് അത് ക്ലാസ് ക്യാൻസൽ ചെയ്താ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു കുറേശ്ശെ തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ചേട്ടൻ അവിടെ നിന്ന് പോവാണെന്ന്. എനിക്കിത് വേണ്ട, എനിക്കിത് ഇഷ്ടല്ല. എന്താ ആയിക്കോട്ടെ, ബെൻസ് ഇഷ്ടല്ല. പിന്നെ BMW ആണ്. എനിക്ക് ഇന്നോവ മതി. ഇന്നോവ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്നോവ. ഇത് വേണ്ട, ഇത് വേണ്ട. ഇപ്പൊ ഇത് മേടിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മറച്ചു വെച്ചിട്ട് വേണ്ട. ഇത് അത് എനിക്കറിയാം. എന്റെ കയ്യിൽ കാശ് വന്നു. കാശ് തിരിച്ചു കൊടുക്കണ്ട. ഇനി കാശ് തിരിച്ചു അതല്ല, ഇനി ഞാൻ കാശ് തിരിച്ചു കൊടുത്തില്ലേട്ടാ. ഇപ്പൊ 10 ലക്ഷം കൊടുത്താ മതി. കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായോ? ഞാൻ എടി ഇങ്ങനെ പറയില്ലടി, നമ്മുടെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടേ. വേണ്ട. മാസം തന്നാൽ ചേട്ടാ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാ? ഇത് പുതിയതിന് ഇപ്പൊ 54. ഇത് വേണ്ട. ബെൻസ് ഇഷ്ടമില്ലാത്തവളാ? അതെന്താ പറ്റി? ബെൻസ് ഇഷ്ടമല്ല നോക്ക്. നിനക്ക് ഇഷ്ടമില്ല ബെൻസാ? എന്താ? എനിക്ക് എല്ലാവർക്കും സ്വന്തം ഇതുണ്ടല്ലോ, ഇഷ്ടത്തോണ്ടുണ്ടല്ലോ. ഇത് വില കൂടുതലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടണം. ഇത് ആരാ പറയണത്? ഗിഫ്റ്റ് എന്നത് അവരവർക്ക് ഇഷ്ടത്തിനല്ല, വാങ്ങിച്ചു തരുന്നവർക്ക് ഇഷ്ടത്തിനല്ല. എന്റെ തൊട്ടിങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു ബെൻസ് വേണ്ടെന്ന് വെക്കണവള്. എടി ഇന്നോവ എവിടെ കിടക്കണ, ബെൻസ് എവിടെ കിടക്കണേ? അത് കുഴപ്പമില്ല അല്ലേ അമ്മേ? ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും. ഇങ്ങോട്ട് വരാം. ശരിക്കും ചുമ്മാ പറയുന്നുണ്ടാവേ. എടി അതല്ല, അതല്ല എടി ചേട്ടൻ പറയണെന്ന് വെച്ചാ, ഞാൻ ചേട്ടൻ ചോദിച്ചായിരുന്നു അത്, കാരണം ഇത് വേറെ സെക്കൻഡ് ഹാൻഡ് വല്ലതും കിട്ടുമെന്ന്. അപ്പൊ ചേട്ടൻ ഞാൻ എന്റെ ഇത് തരാം, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഈ മാസം ഏപ്രിൽ ലാസ്റ്റ് പോകുമ്പോൾ. എവിടെ പോകും? ഇപ്പൊ സ്കൂൾ അടച്ചില്ലേ, ഞങ്ങള് UK തിരിച്ചു പോകുന്നു. ഇനി ചേട്ടൻ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. പിന്നെ ചേച്ചി വരും പറഞ്ഞിട്ട്. ചേച്ചി വരുന്നില്ലാന്ന്. സ്കൂൾ വെക്കേഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു. അമ്മ എല്ലാരും ഒരുമിച്ച് മേടിക്കും. അമ്മച്ചി മേടിച്ചോ? എനിക്ക് ഇഷ്ടമില്ല. അതല്ല, നിനക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടാത്ത? ബെൻസ് ഇഷ്ടമല്ല? അറിയില്ല, നമുക്ക് വില കൂടുതൽ അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടത്തിൽ. എനിക്ക് പണ്ട് ഇത് കണ്ടപ്പോ വേറെ വണ്ടി കണ്ടപ്പോ ഇഷ്ടായി, അത് കിട്ടിയില്ലേ. അപ്പൊ ഇപ്പൊ വേറെ വണ്ടി കാണുമ്പോ അത് താല്പര്യമുണ്ട്. ഇത് നമുക്ക് വില കൂടുതൽ മേടിക്കാൻ പറ്റും, അവന്റെ ഇഷ്ടം കൂടി നോക്കണം. അതല്ലടി ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ബെൻസ്, BMW, പിന്നെന്തുവാ ഓഡിയോ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല? നമുക്ക് സാമ്പത്തികം ഇല്ലല്ലോ ഇത്ര വില. ഇത് എന്താ പറഞ്ഞ? സാമ്പത്തികം ഇല്ലല്ലോ. സാമ്പത്തികം
നമ്മളെന്തൊരു EMI വണ്ടി മേടിക്കുമ്പോൾ എന്തായാലും മാസം നിർബന്ധമായിട്ട് അടിക്കും. പക്ഷേ ഈ ചേനയുടെ നിർബന്ധം ഇല്ല, പൈസ ഉള്ളപ്പോൾ കൊടുത്താൽ മതി. കൊടുക്കണ്ട തീരുവന്നില്ല കൊടുക്കണ്ട. ഞാനെന്ത് ചെയ്യും? ഞാൻ വിചാരിച്ച ഞാൻ ഇങ്ങനെ പ്രേമിക്കോ തൊട്ടത്ത് വിചാരിച്ചാണ് എനിക്കൊരു ബെൻസ് BMW മേടിച്ചാണ് ഞാൻ വിചാരിച്ചാണ്. മനസ്സിലായ അത് നീ ഇങ്ങനെ ചെറിയ കാർ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ചുമ്മാ പറയുന്നു എടോ ചേട്ടാ, അതെന്താണോ ഞാനൊക്കെ പറയണ്ടേ? അത് എടോ സർപ്രൈസ് നിന്നോട് പറയാൻ എങ്ങനെയാ ഗിഫ്റ്റ് എന്നത് എങ്ങനെ പറയണേ? ഇന്നിപ്പോ ഇതിന് പോവാം മൂന്നാറിന്. ആദ്യമായിട്ട് ഒരു പെണ്ണ് ബെൻസ് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇനോ മതി, ഇനോ. എന്റെ പോലെ ഇനോന്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പൊ കുറെ കൂടൂട്ടമ്മ. ബെൻസ് ആദ്യമൊക്കെ ഇത് ബെൻസ് നടന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ആ ചെറിയ വീട്ടിൽ വന്ന് നടന്നാൽ എന്താടി അന്തസ്സിന് ഒരു കുറവില്ല. അത് തന്നെ. കഞ്ഞി കുടിക്കാൻ ബെൻസ് വീട്ടിൽ കിടന്നോട്ടെ. കോഴിക്കുട്ടി മേടിക്കണ്ടേ? പിന്നെ മേടിക്കുന്ന താക്കോല് വെയിറ്റ് ചെയ്ത് ചേട്ടൻ ഫ്രണ്ടിൽ കയറുന്നോട്ടോ. ഇത് ആർട്ട് ബുക്ക് ബുക്കും ഇങ്ങനെ കിട്ടും. ബെൻസിന്റെ അങ്ങനെയാ. ഇതിന്റെ ബുക്ക് ഇരിക്കുന്നത് സന്തോഷം ചോദിച്ചിട്ട് അത്ര സന്തോഷം ഇല്ല. വീഡിയോ ആണ്, വീഡിയോയില് സന്തോഷം ഇങ്ങനെ പറയടി വേണ്ട. എല്ലാരും തന്നെ ട്രോളും ആവട്ടെ, നമുക്ക് ഇഷ്ടത്തന്നെ മേടിക്കണ്ടേ? കുഴപ്പമില്ലേ? എന്തെങ്കിലും വണ്ടി വന്നല്ലോ, വണ്ടി ഉണ്ടായിരുന്നില്ല വീട്ടില്, വണ്ടി അത്യാവശ്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കിട്ടിയാലേ മതി. അത് തന്നെ ചൂട് ചെറുപ്പത്തിൽ പെടാം. അതെ, അവന്റെ ഇഷ്ടത്തിന് അവൻ മേടിച്ചു. ഓക്കെ, സന്തോഷമായോ? നിനക്ക് സന്തോഷമായോ? എനിക്ക് സന്തോഷാവൂല്ലേ? അല്ല പിന്നെ അതെ കാറ് കയറി കാറ് തോന്നുന്നു. ഇതെങ്ങനെ? ആ ഓക്കെ, കേറിട്ട് എന്താ ചെയ്യുന്നു? ഓടിക്കുന്ന അറിയില്ല. പിന്നെ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. കണ്ട ഗ്ലാസ് ഇല്ല, ഇതൊക്കെയാണ് വണ്ടി. ശരി, ഞാൻ പോയിട്ട് വരാട്ടോ. ഈശ്വര ഓണാക്കല്ലേ? ഓണാവൂല. നല്ല അടിപൊളി കണ്ടാ ബെഞ്ച് കാർ എന്റെ വണ്ടി. നാളത്തെ ടൈറ്റിൽ എന്താ എഴുതണ്ടേ? ടൈറ്റില് സോയിക്കുട്ടി BMW. ഇത് എന്താ ബെൻസ് അല്ലേ? ബെൻസ് അല്ലടി, ബെൻസ് മേടിച്ച പുതിയ ബെൻസ് പറഞ്ഞിട്ട് ടൈറ്റിൽ ഇട്ട് കൊടുത്ത്. അപ്പൊ ഇനി നമുക്ക് മൂന്നാറ് ഇതില് പോവാലോ. മൂന്നാറ് ഇതില് പോവാലോ. ഇത് ഇത്ര വലിയ ഇരിക്കാൻ പറ്റില്ലല്ലോ. 5 പേർക്ക് ഓടിക്കുന്ന ആരെയാണോ ഓടിക്കായിരുന്നു. പാവം. മേടിപ്പിച്ചോടെ വലിയ വണ്ടി മേടിക്കാറുണ്ട്. ബെൻസിന് വലിയ കോടികൾ കൊടുക്കണം. കോടിയോട് എല്ലാം കൂടെ പോകണ്ടേ യാത്രയായി. ഇനിയിപ്പോ ആദ്യമായിട്ട് എന്നെ എവിടെയും കൊണ്ടുപോകണം. അതല്ല, അമ്മ കുറച്ച് കളയുമ്പോ എന്തായാലും പോകും. ഞാൻ പോകും. പിന്നെ അത് ശരി, അതാണ് നീന്റെ ശരിക്കും നീ മേടിച്ചത് ഓടി തന്നെ. ബാക്കില് നല്ല ലുക്ക് അല്ലേ? ബാക്കില് നല്ല ലുക്ക്. അതെന്താ ബാക്ക് ഫ്രണ്ട് വേണ്ട നിനക്കപ്പോ? നമുക്ക് എല്ലാവർക്കും കൂടി പോകാനുള്ള സൗകര്യം ഉണ്ടാവുമോ? അതെ, എല്ലാവർക്കും ഇങ്ങനെ പോണേ ഇതില്. ശരിക്കും എല്ലാരും നമ്മൾ പോകുമ്പോ ഇവൻ ബൈക്കിന് പുറകെ വന്നോളും, നീ ബൈക്കിന് പുറകെ. അതങ്ങനെ നമ്മൾ നോർമൽ ലൂലുമാളൊക്കെ ഇത് പോയ പോരെ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അവളെ അഹങ്കാരം കാണിച്ചണ്ട മോളെ. ആരാ എനിക്ക് ബെൻസ് വേണ്ട, ഇന്നോവ മതിയെന്ന്. അപ്പൊ നമുക്ക് ഇഷ്ടത്തോടെ മേടിക്കണ്ടേ? എടാ ഇന്നോവ മേടിക്ക. ഇന്നോവ ബ്ലാക്ക്. അപ്പൊ നമുക്ക് ഇതില് അങ്ങനെ ആയിപ്പോയി. എടേ നമുക്ക് അതിന് മേടിക്കണ സമയത്തില്ല, ഇത് പതുക്കെ കൊടുച്ചാൽ അത് മാസം എല്ലാ മാസം നിർബന്ധമായിട്ട് കൊടുക്കണം. അയ്യടിയേ. ശരി, നോക്കാം. ഷോർട്ട് ഇങ്ങനെ എടുക്കണം. പൊന്നേ, നേപ്പാളി മുതലച്ചി. നമുക്ക് സന്തോഷം. നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് നമുക്ക് ഓട്ടോറിക്ഷ മേടിച്ചു തരാം. ഡെയിലി പോയി വരണ്ടേ? അയ്യോ, ഞാനിനി ബെൻസിലും ഞാൻ ഈ ബാങ്ക് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പൊ എന്റെ ബെൻസിലും പോപ്പിച്ചിട്ടൊക്കെ വിളിക്ക്. നമുക്ക് എവിടെ പോണു പോവാലോ. സന്തോഷം ആക്ടിങ് ചെയ്യണ്ട നീ. സന്തോഷം നീ ഇത് വെച്ചോ. എനിക്ക് ഇനോവ മതി. എന്തെങ്കിലും മേടിച്ചല്ലോ. അപ്പൊ നമുക്ക് അല്ല, അതെന്താ ഇത് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ടാണ്? സെക്കൻഡ് ഹാൻഡ് ഇല്ല, സെക്കൻഡ് ഹാൻഡ് വില ഉണ്ടല്ലോ. നമുക്ക് ഒരു ഇത് ഇഷ്ടപ്പെടും, പിന്നെ നമുക്ക് അത് തോന്നും അല്ലേ അമ്മേ? ഡ്രസ്, ചെരുപ്പ്, ബാഗ് അങ്ങനെ അല്ലേ? നിനക്ക് ഇത്ര വലിയ വണ്ടി വേണം നിർബന്ധമില്ല. അങ്ങനെ
ഒന്നുമില്ല. ഏ? നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ അത് നീ പറയാറുണ്ടല്ലോ ഞാൻ എപ്പോ അങ്ങനത്തെ ബെൻസ് മേടിക്കും, ഓടി മേടിക്കും അങ്ങനെ അത് പറയാറുണ്ടല്ലോ. എനക്ക് അങ്ങനെ ഇഷ്ടല്ല. എനക്ക് ഉദ്ദേശം എന്താ പറയൂ, നമുക്ക് എല്ലാരും ഫാമിലി പോണ വണ്ടി, പിന്നെ എന്താ വണ്ടിയിൽ ഇടുന്ന കാശ് എനക്ക് വേറെ ഇതില് ഇടുന്നു ഭയങ്കര ഇഷ്ടം. അപ്പൊ വണ്ടി കുറെ കോടികൾക്ക് വണ്ടി വേണ്ട. ബിസിനസ് ആൾക്കാർക്ക് കാശുണ്ട്, ആൾക്കാർക്ക് ബിസിനസ് ആൾക്കാർക്ക് ചെയ്യാലോ. ആശ്രയിക്കിട്ട് എന്താ പറയുക, വണ്ടി കിട്ടി, വണ്ടിക്ക് മുതലാളി. ഇപ്പൊ ഞാനായി, ചേട്ട വണ്ടിക്ക് മുതലാളി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സോയിക്കുട്ടിയായി വണ്ടിക്ക് മുതലാളി. അത് പേര് മാറ്റണം. ഞാൻ പേര് മാറ്റണം. പേര് മാറ്റണം. ഇപ്പൊ എന്റെ പേരിലാണ് വണ്ടിയോടെ മാറ്റിട്ട്. ബെൻസിന് നേരം നാട്ടിൽ പോട്ടെ എന്റെ. ഇത് നടുകളകില്ലല്ലോ, കുലുങ്ങത്തില്ലല്ലോ. എന്താ പുള്ളിയാലും കുഴപ്പമില്ല പറയാം. അപ്പൊ ശരി, നമുക്ക് വണ്ടി കിട്ടി, സന്തോഷമായി. ട്രിപ്പ് പോണ മുമ്പ് വണ്ടി കിട്ടി. പക്ഷെ നോക്കാം, വണ്ടി ഓടിക്കണ ആരാ? ഡ്രൈവറായിട്ട് ഞാൻ വേണമെങ്കിൽ വരാം. ഇന്നത്തെ വീഡിയോ നമുക്ക് വണ്ടിക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. വണ്ടി ഇങ്ങനെ ഉണ്ട്, അടിപൊളി ഉണ്ട് പറയുന്നേ. ബൈ ബൈ. ഓക്കെ. അപ്പൊ സോയിക്കുട്ടിയെ അമ്മച്ചേ എന്താ ഏപ്രിൽ ഫുൾ? അതെന്താ ഏപ്രിലാ? எனக்கு எப்பவுமே ஏப்ரல் ஃபுல் ஆக்குல அல்ல അറിയോ? എല്ലാവർക്കും ഏപ്രിൽ ഫുൾ. ഏതാവുമ്പോ വേണ്ട. മതി, ഇവൾക്ക് സങ്കടമൊന്നും വന്നില്ലട്ടാ. അല്ലെന്ന് ഏപ്രിൽ ഫുള്ളാന്ന് പറഞ്ഞ സങ്കടമില്ല. കാരണം ഇവൾക്ക് ആരും താല്പര്യമില്ല. താല്പര്യമില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു വിചാരിച്ചേ. ഞാൻ ഇഷ്ടപ്പെടുന്നു വിചാരിച്ച. വിശ്വസിച്ചില്ലേ? ഇഷ്ടമുണ്ട്. ഞാൻ ഇത് വിശ്വസിച്ചോ വിശ്വസിച്ചോ നീ മേടിക്കും. കാരണം ഓൾറെഡി അപ്പുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി താല്പര്യം ഉണ്ടായിരുന്നു മുമ്പോ. നമുക്ക് ഫ്രഷ് വേണം പറയുമ്പോ അപ്പുക്ക് വേണ്ട സെക്കൻഡ് ഹാൻഡ് നോക്കാൻ മതി. അപ്പൊ ഞാൻ അത് വിചാരിച്ചു, സെക്കൻഡ് ഹാൻഡ് മേടിച്ച വിശ്വസിച്ചു. അപ്പൊ ഞാനും വിചാരിച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വണ്ടി കിട്ടാൻ മതിയല്ലോ വിചാരിച്ച് ഞാനും താക്കോലി മേടിച്ചാണ്. അതൊക്കെ ചെയ്തിട്ട് ഇമാജിനേഷൻ ചെയ്താ നമുക്ക് താല്പര്യമില്ലാത്ത ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മള് വിഷമം തോന്നിയെന്നെ. ഇതിപ്പോ അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ആരൊക്കെ ഇഷ്ടമില്ലാത്ത സ്റ്റാർട്ടിങ് കണ്ടില്ലല്ലോ. നമ്മള് ബുക്ക് തന്ന് താക്കോല് തന്ന്. അപ്പൊ ഞാൻ വിശ്വസിച്ചു. ആ സമയത്ത് ഞാൻ എല്ലാം വിശ്വസിച്ചു. അപ്പൊ നിനക്ക് ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കാരണം. പിന്നെ അന്നെ എനക്ക് പറഞ്ഞു നിനക്ക് ഗിഫ്റ്റ് ഉണ്ടോ പക്ഷെ ഡൗട്ടായി. ചേട്ടാക്കിട്ട് വണ്ടി മേടിക്കണുണ്ടോ ഡൗട്ടായിരുന്നു. ചേട്ടാ എനക്ക് ഗിഫ്റ്റ്. ആ അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും അല്ല, നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലേ നേരത്തെ ഒരു കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. പെട്ടെന്ന് വിശ്വസിക്കില്ല ആള്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏലിക്കുട്ടിയുടെ ഏപ്രിൽ ഫുൾ ആയിരുന്നു. ഏലിക്കുട്ടി ചാവാൻ കടന്നപ്പോ ഷോക്കുട്ടി ഓടി വന്നത് അതായിരുന്നു. ഈ പ്രാവശ്യം ഇങ്ങനെ അമ്മത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് വിഷമായി പോകുന്നു പറഞ്ഞു. പക്ഷെ നീ ഒട്ടും പ്രതീക്ഷ എനിക്ക് ഇനോവ മതി. അയ്യോ സമ്മതിക്കണോട്ട് തന്നെയൊക്കെ ലോകത്ത് ഒരു പെണ്ണുങ്ങൾ പറയാം, അല്ലെങ്കിൽ വില കൂടിയേ പറയുള്ളൂ. അതിനെ സമ്മതിച്ചു. ഇതിനോട് വലിയ ഇഷ്ടമല്ലടാ, എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മളിപ്പോ ബെൻസ് എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിലില്ലല്ലോ. നമ്മള് ചിന്തിക്കണില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഇത് താന്നിരിക്കുന്ന വണ്ടിയെക്കാളും പൊങ്ങിയിരിക്കുന്ന വണ്ടിയാണ് എനിക്ക്. അപ്പൊ നമുക്ക് ബസ് അല്ല, എനിക്ക് അങ്ങനത്തെ വണ്ടികളെ ഇഷ്ടം. നല്ല ഉണ്ടല്ലേ. ചേണ്ട വണ്ടീന് മൊത്തം അപമാനിച്ചിട്ടുള്ളത് കേട്ടാ. ചിലപ്പോ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഗിഫ്റ്റ് തരുന്ന കുറച്ചില്ല. നമുക്ക് യോഗ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ വണ്ടി ചോദിക്കുട്ടി ഏപ്രിൽ ഫുൾ ആയിന്റെ എന്താ
ഞാനൊരു ഇതായില്ലോ ഏ ഏപ്രിൽ ഫുൾ ഉണ്ടോ വിചാരിച്ചില്ലേ മറന്നു പോയി. ഇനി ഏപ്രിൽ 1 നമുക്ക് ശരിക്കും ട്യൂബ് ലൈറ്റ് അല്ലേ ഒന്നും മനസ്സിലാവില്ല. അല്ല ഇതിനേക്കാളും വലിയ ടിസ്റ്റ് എന്താണെന്നറിയോ? അല്ലല്ല ഇതിനേക്കാളും ടിസ്റ്റ് എന്താണെന്നറിയോ? ഇവളിന്നാണ് ഏപ്രിൽ ഫൂളാന്ന്. 1-ാം തീയതി ആണോ ഏപ്രിൽ ഫുൾ ആണോ? ഞാനും അന്ന് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. അല്ല ഇന്ന് എത്രാം തീയതിയാ? ഞാനൊക്കെ അറിയില്ല. ഉണ്ണീസൊക്കെ സ്കൂളിൽ കഴിഞ്ഞ പിന്നെ ഞാനൊക്കെ ഡേറ്റ് ഒന്നും അറിയില്ല. കൊച്ചു സ്കൂളിൽ പോകുമ്പോ ഡേറ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡേറ്റ് ഇന്ന് ഞായറാഴ്ച. ഞായറാഴ്ച ഡേറ്റ് അറിയില്ലല്ലേ? ഡേറ്റ് 30. പിന്നെ എന്താണ് ഇപ്പൊ തന്നെ ഏപ്രിൽ ഫുൾ ആക്കി? നേരത്തെ പോവല്ലേ? ആക്കിയത് നീ പോകല ടൂർ പോക. ഡബിൾ ടിസ്റ്റ് ആയില്ലേ ഇത്? ഇന്ന് 30 അല്ലേ? അല്ല നേരത്തെ പോവല്ലേ? ആ ട്രിപ്പിന് പോവല്ലേ? അപ്പൊ അതുകൊണ്ട് നേരത്തെ ആയിട്ട് ഞാൻ 1-ാം തീയതി ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് അവിടെ പോപ്പിച്ചേട്ടൻ കാരണം ഷിഫ്റ്റ് ആക്കിയില്ല ടൂറ്. അതുകൊണ്ടാ സോയിക്കുട്ടീനെ ഏപ്രിൽ ഫുൾ ആക്കിയിരിക്കുന്നു. ഏലിക്കുട്ടിയാണ് അമ്മക്ക് ഫുൾ ആക്കി. ഏലിക്കുട്ടിയാണ് ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് ആക്ടേഴ്സ്. നല്ല അഭിനയായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തല്ലേ? അമ്മക്ക് അറിയണ്ട നല്ലായിരുന്നാ? അമ്മയുടെ ഇപ്പഴാ പറഞ്ഞത്. രാവിലെ വന്ന് പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് ചെയ്യാന്ന് വെച്ചാൽ. അമ്മയോട് പറഞ്ഞു നമുക്ക് താല്പര്യമില്ല ഇതിനെ പറ്റിക്കാൻ. അപ്പൊ അതുകൊണ്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ അപ്പൊ ഇന്നത്തെ ഏപ്രിൽ ഫുൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നീ ഒരു വിഷമിക്കുമല്ലോ, പക്ഷെ അതുണ്ടായില്ല. പക്ഷെ നേരെ ടിസ്റ്റ് ആയിരുന്നു മൊത്തത്തില്. കൊള്ളാം. ഓക്കെ ശരി ബൈ 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 ബൈ. ഓക്കെ ഏട്ടാ. അപ്പൊ താങ്ക് യു. താങ്ക് യു പാവം. എന്താണ് ബുദ്ധിമുട്ടിച്ചതിന്? അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. വാങ്ങിക്കും പ്ലാൻ ഉണ്ട്. എന്റെ പ്ലാൻ ഉണ്ട്. ബെൻസ് അല്ല നമ്മുടെ വീടും ബെൻസും അടിപൊളി കോമ്പിനേഷൻ ആട്ടാ. നമ്മുടെ വീട് അപ്പുറത്ത് ആ വീടും ബെൻസ് നല്ല കോമ്പിനേഷൻ. ഈ വീട്ടിലുണ്ടോ ബെൻസ് നല്ല അടിപൊളി. ഈ ചാത്തന്റെ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.